ലോകോത്തര സർവകലാശാലകളിൽ MBBS പഠിക്കാം, അതും ഇസ്ലാമിക അന്തരീക്ഷത്തിൽ. ഇന്ന് ശശികല ടീച്ചർ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ ഈ ഒരു പരസ്യവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരസ്യം, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട സാവരിയ, ആ ഒരു പെൺകുട്ടിയുടെ മരണവും അതിനുശേഷം പിന്നീട് ഉയർന്നു വന്നിട്ടുള്ള അതൊരു സാധാരണ മരണമല്ലെന്നും ആ ഒരു മരണത്തിലേക്ക് നയിക്കാൻ മതപരിവർത്തനം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടതാണ്. ആ ഒരു പ്രശ്നവും അല്ലെങ്കിൽ ആ ഒരു സാവരിയുടെ മരണവും ഈ ഒരു പരസ്യവും തമ്മിൽ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഈ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ശശികല ടീച്ചർ ഇന്ന് ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളെ കണ്ടത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പരസ്യത്തിൽ ഈ ഒരു പരസ്യം കൊടുത്തിട്ടുള്ളത് ILM എന്ന് പറയുന്ന ചെയർമാനായിട്ടുള്ള പാണക്കാട് തങ്ങൾ ചെയർമാനായിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിൻ്റെതാണ് ഈ ഒരു പരസ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലെ ഒരു ചില സാമ്യതകളുണ്ട്. തീർച്ചയായും സാവരിയ ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥാപനവും അതുപോലെ തന്നെ തങ്ങൾ ഈ പറയുന്ന സ്ഥാപനവും ഒന്നാണ്. അപ്പോൾ ഈ ഒരു സാവരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് സാവരി അവിടെ എത്തിപ്പെടുന്നതിൽ അപ്പോൾ ഈ ഒരു പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നമുക്ക് പഠിക്കാമെന്നാണ്. ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഈ പരസ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ പോകുന്ന കുട്ടികളോടൊപ്പം തന്നെ ഈ ഒരു അന്തരീക്ഷത്തിലല്ലാതെ സ്വാഭാവികമായും ഈ ഏജൻസികൾ വഴി MBBS പഠിക്കാനായി പോകുന്ന കുട്ടികളും ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു പേരിന്റെ ഒരു സാമ്യത തന്നെ നമുക്ക് നോക്കാം. ILM-ന് ഈ പാണക്കാട് തങ്ങളിന്റെ ILM-ന്റെ ഈ ഒരു സ്ഥാപനത്തിന്റെ പേരെന്ന് പറയുന്നത് ഇബ്നു സീന ബുഖാറ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. അതുപോലെ തന്നെ സാവരിയ ഉസ്ബെക്കിസ്ഥാനിൽ പോയത് തിരുവല്ലയിലെ ഒരു ഏജൻസി മുഖേനയാണ്. ആ ഒരു സ്ഥാപനത്തിന്റെ പേര് ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഈ പേരുകൾ നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ട്. രണ്ടും രണ്ട് യൂണിവേഴ്സിറ്റി ആണോ, രണ്ടും സ്ഥാപനങ്ങളാണോ എന്നൊക്കെ തോന്നാം. പക്ഷേ ഇതിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നാണ്. ഒരേ യൂണിവേഴ്സിറ്റിക്ക് ഒരേ സ്ഥാപനത്തിന് രണ്ട് പേരുകൾ. അപ്പോൾ പാണക്കാട് തങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു പരസ്യം കൊടുത്തിരിക്കുന്ന പ്രകാരം ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് പഠിക്കാം, ആ ഒരു ഈ പരസ്യവാചക പ്രകാരം പോകുന്ന അതേ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെയാണ് തിരുവല്ല ഏജൻസി വഴി സാവരിയ എത്തിപ്പെട്ടതും. എങ്ങനെയാണ് ഇത്തരം ഒരു സാമ്യത ഇതിനകത്തിലേക്ക് കടന്നു വന്നത്? സാവരിയുടെ മരണവുമായി ഇത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ശശികല ടീച്ചർ സംസാരിക്കുന്നുണ്ട്. ശശികല ടീച്ചറുടെ വാക്കുകളിലേക്ക് കടക്കാം. ആ പരസ്യത്തിന് സാധാരണഗതിയിൽ നമുക്ക് അവഗണിക്കാം. ഇസ്ലാമിക സാഹചര്യത്തിൽ പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ പക്ഷേ നമുക്ക് വയ്ക്കാം. പക്ഷേ ഇതിന് മറ്റൊരു ഗൗരവകരമായ അന്തരീക്ഷമുണ്ട്. ഈ സാവരിയെ പഠിച്ച സ്ഥാപനമാണിത്. ഇപ്പൊ സാവരിയെ എവിടെ വെച്ചാണോ കൊല ചെയ്യപ്പെട്ടത് ആ സ്ഥാപനത്തിന്റെ പരസ്യമാണ് പാണക്കാട് കുടുംബത്തിലെ തങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട്. ഇപ്പോൾ ഞങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ സാവരിയെ പഠിക്കുന്ന അതേ സ്ഥാപനമാണിത്. പക്ഷെ സാവരിയെ ചേർത്തിരിക്കുന്നത് തിരുവല്ലയിലൊരു ഏജൻസിയാണ്. തിരുവല്ല ഏജൻസിക്കാരൊക്കെ പരസ്യം കൊടുക്കുന്നത് അവിടുത്തെ സ്ഥലപ്പേര് വെച്ചുകൊണ്ട് ബുക്കറ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒന്നാണ്. അപ്പൊ ഇവർ രണ്ട് തലങ്ങളിൽ രണ്ട് തരത്തിൽ പ്രചരണം കൊടുക്കുന്നു. മറ്റിതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ കുട്ടിയുടെ കൊലപാതകത്തിന് മതപരമായ തലമുണ്ട് എന്ന് ബന്ധു ആരോപിച്ചതല്ല, ബന്ധുവിനോട് അവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാണക്കാട് തങ്ങളടക്കമുള്ളവർ ഈ കോളേജിലേക്ക് ആളെ പിടിക്കുന്നുണ്ടെങ്കിൽ ILM എന്ന ഈ കൺസൾട്ടൻസി അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ഏജൻസിയുടെ ചെയർമാനാണ് പാണക്കാട് തങ്ങൾ എന്ന് പറയുന്ന ആള്. അപ്പോ ആ സ്ഥാപനത്തെ കൂടി അതിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ ഇവിടെ മതപരമായ ഒരു തലമുണ്ട്. ഈ മരിച്ച കുട്ടിയെ ഈ പ്രതിയുടെ ഉമ്മ പലവട്ടം വിളിച്ചിട്ടുണ്ട്. അതിന്റെ പക്ഷേ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ കേസ് അട്ടിമറിക്കപ്പെടും എന്ന് ഭയക്കുന്നു. കാരണം തങ്ങളുടെയൊക്കെ അധികാരവും സ്വാധീനവും പണവും ഇതിന് പിന്നെ പ്രവർത്തിക്കില്ലേ? കാരണം തങ്ങൾക്ക് സ്ഥാപനവുമായി ബന്ധമുണ്ട്. തങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. തങ്ങൾ കുടുംബം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമാകട്ടെ മതപരമാകട്ടെ എല്ലാ രംഗങ്ങളിലും സാമാന്യത്തിലധികം സ്ഥാനം ചെലുത്തുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ്. അപ്പൊ അത്തരം ഒരു കുടുംബം എന്നിട്ട് അവർക്ക് ഈ സ്ഥാപനത്തെ പറ്റി അറിയാം, ഈ സ്ഥാപനത്തിലെ അധികാരികളെ അറിയാം. അതുകൊണ്ടാണ് ഇവര് ഏജന്റ് ആയത്. അവിടെയാണ് ഈ കൊലപാതകം നടന്നത്. അപ്പോ ഈ നോർക്കയുമായി ബന്ധപ്പെട്ട് പ്രതിക്ക് നിയമസഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഇതെങ്ങനെ സാധിക്കും ഈ കുടുംബത്തിന്? അപ്പോ ഈ ഞങ്ങൾ മനസ്സിലാക്കണത് ഈ അതായത് ഇരയുടെ വീട്ടുകാർ അറിയുന്നതിന് മുമ്പ് ഈ മരണം പ്രതിയുടെ വീട്ടുകാർ അറിഞ്ഞിരിക്കുന്നു. അവർക്ക് വേണ്ടുന്ന സാഹചര്യമൊക്കെ ഒരുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ പിന്നിൽ ഇങ്ങനെ വല്ല കൈകളും ഉണ്ടോ? അപ്പൊ അത് തുറന്നു പറയേണ്ടത് തങ്ങളാണ്.
ഈ സ്ഥാപനവുമായി തങ്ങൾക്കുള്ള ബന്ധം എന്താണ്, ഈ കോളേജുമായി എന്തെങ്കിലും ബന്ധം അദ്ദേഹത്തിനുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാൻ സാധിച്ചാൽ നമുക്ക് പിന്നെ കൂടുതൽ ആരോപണങ്ങൾക്ക് സാധ്യതയില്ല. പക്ഷെ ഇപ്പൊ സാധ്യതയുണ്ട്. മതപരിവർത്തനം ആരോപിച്ചിരിക്കുന്നു. അത്തരമൊരു സ്ഥാപനത്തിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS പഠനം നടത്താം എന്ന പരസ്യം അതേ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ കൺസൾട്ടിംഗ് ഏജൻസിയുടെ ചെയർമാനായി പാണക്കാട് കുടുംബത്തിലെ ഒരാൾ ഇരിക്കുന്നു. രാമന്തോൾ അതേ മലപ്പുറം ജില്ലയിൽപ്പെട്ടതാണ് പ്രതിയുടെ കുടുംബം. ആ പ്രതിയുടെ കുടുംബം ഈ കേസ് അട്ടിമറിക്കാനുള്ള പരിശ്രമങ്ങളുമായി ഗൗരവമായി മുന്നോട്ട് പോകുന്നു. പ്രതിയുടെ അമ്മ ഈ കുട്ടിയെ പലവട്ടം വിളിച്ചിരിക്കുന്നു. അത് മതപരിവർത്തനത്തിനാണോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. മതപരിവർത്തനത്തിന് ഈ കുട്ടിയെ നിർബന്ധിക്കാനായിരുന്നുവോ ഉമ്മ വിളിച്ചത്? അത്തരം ഒരു സാഹചര്യത്തിൽ തങ്ങൾ കുടുംബത്തിന് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഈ ഒരു പരസ്യം കൊടുത്ത കോട്ടയ്ക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനത്തെ പറ്റി, അതുപോലെ തന്നെ ഈ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വാചകങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് പരസ്യത്തിലുള്ളത് തന്നെയാണ്. അതാണ് ആൺകുട്ടികൾക്ക് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS പഠിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞിട്ട് 3 സ്ഥാപനത്തിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്ന് ഈ ഉസ്ബെക്കിസ്ഥാനിലെ ഇതാണ്, പിന്നെ കസാക്കിസ്ഥാനിലാണ്, ഒന്ന് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. മൂന്ന് വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക താമസ സൗകര്യം, അവിടെ ഇൽമോടുകൂടി ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ധാർമ്മികമായി പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞാണ് പരസ്യം വന്നത്. ഇവിടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൂടി കൊണ്ടുപോയി ഒന്നിനകത്തിട്ട് കൂട്ടിയിരിക്കുകയായിരുന്നു എന്നുള്ള സത്യം നമ്മൾ ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടും തങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്തു കാര്യത്തിൽ? ഈ പരസ്യത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുമ്പോൾ എന്താണ് തങ്ങളടക്കമുള്ളവർ ചെയ്തത്? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് തന്നെ ഏജൻസി ഇസ്ലാമിക സാഹചര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഈ കുട്ടിയൊക്കെ അവിടെ പോയി പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.